നമസ്കാരം. കാലിക്കറ്റ് ലീഡർഷിപ്പ് അക്കാഡമി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റർപ്രണർഷിപ്പ് സംരംഭകത്വം എന്ന വിഷയത്തിലെ രണ്ടാമത്തെ അധ്യായമായ റെക്കഗ്നൈസിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ജനറേറ്റിംഗ് ഐഡിയാസ്, അവസരങ്ങൾ തിരിച്ചറിയലും ആശയങ്ങൾ വികസിപ്പിക്കലും എന്ന അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ചില ആളുകൾക്ക് എങ്ങനെയാണ് ശരിയായ സമയത്ത് ശരിയായ ബിസിനസ് ആശയം കണ്ടെത്താൻ സാധിക്കുന്നത്? എങ്ങനെയാണ് അവരുടെ ആശയങ്ങൾ വിജയിക്കുന്നത്? ഒരു നല്ല ഐഡിയ വെറുതെ ആകാശത്ത് നിന്ന് വീഴുന്നതോ അല്ലെങ്കിൽ ശൂന്യതയിൽ നിന്ന് ഉണ്ടാകുന്നതല്ല. അത് തൻ്റെ ചുറ്റുപാടും ശ്രദ്ധിക്കാനും ട്രെൻഡുകളെ മനസ്സിലാക്കാനും പ്രശ്നങ്ങളെ കണ്ടെത്താനും ആ പ്രശ്നങ്ങളെ ബിസിനസ്സായി മാറ്റാനുമുള്ള ഒരു കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു അവസരം എന്താണ്? എങ്ങനെയാണ് ആ അവസരങ്ങളെ തിരിച്ചറിയുക? എന്തൊക്കെ വ്യക്തിഗുണങ്ങളാണ് സംരംഭകന് ഉണ്ടാകേണ്ടത്? എങ്ങനെയാണ് ആശയങ്ങൾ വികസിപ്പിക്കേണ്ടത്? ആശയങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നെല്ലാമാണ് നമ്മൾ ഈ അധ്യായത്തിൽ നോക്കിക്കാണുന്നത്. എല്ലാവർക്കും സ്വാഗതം. എൻ്റർപ്രണർഷിപ്പ് എന്ന വിഷയത്തിലെ സംരംഭകത്വം എന്ന വിഷയത്തിലെ രണ്ടാമത്തെ അധ്യായമായ റെക്കഗ്നൈസിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ജനറേറ്റിംഗ് ഐഡിയാസ് എന്ന അധ്യായം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ ചാനലിൻ്റെ ലക്ഷ്യം തന്നെ വിഷയങ്ങളെ വളരെ ആഴത്തിൽ അക്കാഡമിക്കലി പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ സമയം കൊണ്ട് കാര്യങ്ങൾ വിശദീകരിച്ച് പോവുകയല്ല ലക്ഷ്യം. വളരെ വിശദമായി കഴിയുന്നത്ര ആഴത്തിൽ വിഷയങ്ങൾ ഓരോ അധ്യായം പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് റെക്കഗ്നൈസിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ജനറേറ്റിംഗ് ഐഡിയാസ് എന്നുള്ള ഈ അധ്യായം 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അതിലെ ആദ്യത്തെ ഭാഗമാണിത്. അപ്പോൾ ആദ്യത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. ഇതുകൂടാതെ 2 ഭാഗം കൂടി ഈ അധ്യായത്തിന് ഉണ്ടാകും. അപ്പം ചാപ്റ്റർ പാർട്ട് 1ലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് 4 കാര്യങ്ങളാണ്. 1, എന്താണ് അവസരമെന്ന് മനസ്സിലാക്കുക. ആശയം എന്താണെന്ന് മനസ്സിലാക്കുക. അവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുക. 2, സംരംഭകർ അവസരങ്ങളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന 3 പൊതുവായിട്ടുള്ള രീതികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അവസരങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന സംരംഭകരുടെ വ്യക്തിഗത സവിശേഷതകൾ ഏതാണെന്നുള്ളത് തിരിച്ചറിയുക. പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഇവ 4 ഒരു സംരംഭകൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കഴിവുകളാണ്. കാരണം നല്ലൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു നല്ല അവസരമാണ്. ഓപ്പർച്യൂണിറ്റീസും ഐഡിയാസും എന്താണ്, അവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവസരം എന്നാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു പുതിയ ഉൽപ്പന്നത്തിനോ സേവനത്തിനോ ബിസിനസ്സിനോ ആവശ്യം സൃഷ്ടിക്കുന്ന അനുകൂലമായ ഒരു കൂട്ടം സാഹചര്യത്തെയാണ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവസരം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സോ ഒരു സേവനമോ അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നമോ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യം ഉണ്ടാകുന്ന ഘടകങ്ങൾ ഉണ്ടാകുന്ന ഉരുത്തിരിയുന്ന സാഹചര്യത്തെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് എന്ന് വിളിക്കുന്നത്. കൃത്യമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കോവിഡ് കാലത്ത് നമുക്കറിയാം, കോവിഡ് തരണം ചെയ്യാൻ നമ്മൾക്ക് ഒരു പുതിയ വാക്സിൻ ഉണ്ടാക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതൊരു ഉൽപ്പന്നമാണ്. പിന്നെ മറ്റു പല സേവനങ്ങൾ, നമുക്ക് ആർക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത നിശ്ചിത അകലം പാലിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ സേവനങ്ങൾ അങ്ങോട്ട് ചെന്ന് നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്ത അവസരത്തിൽ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാനും കൊടുക്കാനും വിൽപ്പനയൊക്കെ ഓൺലൈനായിട്ട് നടന്നു. അപ്പോൾ ഓൺലൈൻ ബിസിനസ് വളർന്നു. മറ്റൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളെ പഠനങ്ങൾ മുടങ്ങാതെ പോയത് ഓൺലൈനിലേക്ക് നമ്മളെ പഠന പ്രക്രിയ മാറി. പരീക്ഷകൾ നടത്തുന്നതും ക്ലാസ് നടത്തുന്നതും എല്ലാം ഓൺലൈനിലേക്കായി. അപ്പം കോവിഡ് എന്ന ഒരു മഹാമാരി ഉണ്ടാക്കിയ ആവശ്യമായിരുന്നു കോവിഡ് വാക്സിനും ഓൺലൈൻ ട്രേഡിങ്ങും ഓൺലൈൻ വിദ്യാഭ്യാസവും. അപ്പോൾ അതാണ് സാഹചര്യങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പം അവസരം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? ഐഡിയ എന്ന് പറയുന്നത് ഒരു ചിന്തയാകാം, അല്ലെങ്കിൽ ഒരു പുതിയ ആശയമാകാം, അല്ലെങ്കിൽ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു നിർദ്ദേശമാവാനും സാധ്യതയുണ്ട്. അപ്പം ഐഡിയ എന്ന് പറയുന്നത് ഒരു ചിന്തയോ അല്ലെങ്കിൽ ആശയമോ അല്ലെങ്കിൽ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു നിർദ്ദേശമോ സജഷനോ ആവാം. എന്നാൽ അവസരം എന്ന് പറയുന്നത്, ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ബിസിനസ് അല്ലെങ്കിൽ ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു സേവനം നിർമ്മിക്കാൻ ഉള്ള സാഹചര്യമാണ്. കാര്യം എന്ന് പറയുന്നത് ഈ ഐഡിയാസും ഓപ്പർച്യൂണിറ്റീസും തമ്മിൽ പ്രാവർത്തികമാക്കുന്ന രീതിയിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ എല്ലാ ആശയങ്ങളും എല്ലാ ഐഡിയാസും ഒരു അവസരമാവണമെന്നില്ല.
അപ്പം ഒരു ഐഡിയ എന്ന് പറയുന്നത് നിങ്ങളെ മനസ്സിലുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് വില പിടിപ്പുള്ള ഒരു കാര്യമാണെങ്കിലും യഥാർത്ഥത്തിൽ അതൊരു ബിസിനസ്സായി രൂപാന്തരപ്പെടുമ്പോൾ മാത്രമാണ് അതിന് വാല്യൂ ഉള്ളത്. അപ്പം ഐഡിയാസ് എത്ര തന്നെ തിളക്കമാർന്നതാണെങ്കിൽ പോലും അത് പ്രാവർത്തികമായ ഒരു ഉൽപ്പന്നമോ സേവനമോ ബിസിനസ്സോ ആയി മാറാത്തോടത്തോളം കാലം അതിന് ഒരു ആശയം എന്ന നിലയിൽ ഒരു വിലയുണ്ട് എന്നല്ലാതെ യഥാർത്ഥത്തിൽ അതിന് യാതൊരു വിലയോ ഗുണങ്ങളോ പ്രാവർത്തികമായിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പം ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ചിന്ത ഒരു ഓപ്പർച്യൂണിറ്റി ആകണമെങ്കിൽ ചില പ്രത്യേക ഗുണങ്ങളുണ്ടായിരിക്കണം. അത് ഏതൊക്കെയാണ്? ഒരു യഥാർത്ഥ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആകണമെങ്കിൽ 4 ഗുണങ്ങൾ നിങ്ങളുടെ ചിന്തകൾക്കുണ്ടാവണം, ആശയത്തിനുണ്ടാവണം. എന്താണത്? ഒന്ന്, അത് അട്രാക്റ്റീവ് ആയിരിക്കണം, ആകർഷകമായിരിക്കണം. അത് ആർക്ക് ആകർഷകമാകണം? നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത വളരെയധികം ഒരു ആകർഷകമായ സാധനമായിരിക്കും നിങ്ങൾക്ക് തോന്നുക, എന്നാൽ അത് ഉപഭോക്താക്കൾക്കും ആകർഷകമായിരിക്കണം. മറ്റൊന്ന് സംയോജിതമായിരിക്കണം. സംയോജിതമായിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആശയം, നിങ്ങളെ ഐഡിയാസ് ശരിയായ സമയത്ത് വരികയും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയും വേണം. വളരെ നേരത്തെ ആവുകയോ അല്ലെങ്കിൽ വൈകി പോവുകയോ ചെയ്യരുത്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു പക്ഷേ കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഓൺലൈൻ ബിസിനസ് തുടങ്ങുന്നതും അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾ പരീക്ഷകൾ നടത്തുന്നതും ഒരു പക്ഷേ കോവിഡിന് ശേഷം വിജയിച്ച പോലെ ആവണമെന്നില്ല. അപ്പം ശരിയായ സംയോജിതമായ കൃത്യമായ സമയത്തായിരിക്കണം നമ്മളെ ആശയം ബിസിനസ്സായി രൂപാന്തരപ്പെടേണ്ടത്. മറ്റൊന്ന് ഡ്യൂറബിൾ ആയിരിക്കണം, ദീർഘകാലം നിലനിൽക്കുന്നതായിരിക്കണം നമ്മുടെ ആശയം, ഐഡിയ എന്ന് പറയുന്നത്. വേഗത്തിൽ ഇല്ലാതാകുന്ന ഒന്ന് ആവരുത്. മറ്റൊന്ന്, ഒരു ഉപഭോക്താക്കൾക്ക് ശരിയായ ഒരു മൂല്യം നൽകുന്നത് ആയിരിക്കണം. അത് സേവനമാണെങ്കിലും ഉൽപ്പന്നമാണെങ്കിലും അത് അടിസ്ഥാനപരമായി ഉപഭോക്താവിന് ഒരു മൂല്യം നൽകുന്നതായിരിക്കണം. ഈ 4 ഗുണങ്ങൾ ഒരുമിച്ച് ഉണ്ടായാൽ മാത്രമേ, കൂടിച്ചേരുമ്പോൾ മാത്രമേ നമ്മുടെ ഐഡിയാസ് അല്ലെങ്കിൽ നമ്മുടെ ആശയം, ചിന്ത എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ ബിസിനസ് അവസരമായി മാറുകയുള്ളൂ, ഓപ്പർച്യൂണിറ്റിയായി മാറുകയുള്ളൂ. ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവസരങ്ങൾ തിരിച്ചറിയാനുള്ള വഴികൾ ഏതൊക്കെയാണ്? സുപ്രധാനമായിട്ട് അവസരങ്ങൾ കണ്ടെത്തുന്നത് 3 വഴിയിലൂടെയാണ്. ഒന്ന്, ട്രെൻഡുകൾ നിരീക്ഷിക്കുക എന്നുള്ളതാണ്, ഒബ്സർവിങ് ട്രെൻഡ്സ്, അതായത് പ്രവണതകൾ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരു പ്രശ്നം പരിഹരിക്കുക, സോൾവിങ് എ പ്രോബ്ലം എന്നുള്ളതാണ്. മറ്റൊന്ന്, മാർക്കറ്റിലെ വിടവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 മാർഗങ്ങൾ വഴിയാണ് നമ്മൾ അവസരങ്ങൾ തിരിച്ചറിയുന്നത്. അത് ഓരോന്നായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. പലതരത്തിലുള്ള പ്രവണതകളുണ്ട്. ഇപ്പം നിലവിലുള്ള പ്രവണതകളുണ്ട്, പുതിയ പ്രവണതകളുണ്ട്, പ്രവണതകളുടെ രീതികളുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം മാർക്കറ്റ് ട്രെൻഡ്സ്, വിപണിയിലെ പ്രവണതകൾ, അല്ലെങ്കിൽ ഫാഷൻ ട്രെൻഡ്സ്, ഫാഷനിലുള്ള പ്രവണതകൾ, ടെക്നോളജി, സാങ്കേതിക വിദ്യയിലുള്ള പ്രവണതകൾ, കൺസ്യൂമർ ട്രെൻഡ്, ഉപഭോക്താക്കളുടെ അഭിരുചിയിലുള്ള പ്രവണതകൾ, അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള സോഷ്യൽ ട്രെൻഡ്, സാമൂഹ്യമായിട്ടുള്ള പ്രവണതകൾ. അപ്പോൾ ഇതാണ് പലതരത്തിലുള്ള ട്രെൻഡ്സ് അല്ലെങ്കിൽ പ്രവണതകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിലോ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയിലോ ഉപഭോക്താക്കളുടെ പെരുമാറ്റത്തിലോ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുകയും അതിനടിസ്ഥാനമായിട്ട് അവസരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നതാണ് ട്രെൻഡ് അല്ലെങ്കിൽ പ്രവണതകൾ നിരീക്ഷിച്ച് ബിസിനസ് തുടങ്ങുക, അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പുതിയ തലമുറയിലുള്ള അല്ലെങ്കിൽ പൊതുവെ ആൾക്കാർക്ക് ആരോഗ്യത്തോടുള്ള ബോധം കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരുപാട് സംരംഭകർ ഓർഗാനിക് ഭക്ഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതൊരു ട്രെൻഡാണ്. അത് ആരോഗ്യപരമായ ജീവിതശൈലി സ്വായത്തമാക്കുക എന്നുള്ള ഒരു ട്രെൻഡ്, അതാണ് ട്രെൻഡ്. അപ്പോൾ അതിന് അനുസൃതമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഓർഗാനിക് ഫുഡ് സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അവസരം എന്താണ്? അതിന് വർദ്ധിച്ചു വരുന്ന ഉപഭോക്താക്കളുടെ ഓർഗാനിക് ഫുഡിനോടുള്ള ഉപഭോക്താക്കളുടെ ആവശ്യം. അപ്പം അതാണ് ട്രെൻഡ് നിരീക്ഷിക്കൽ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. മറ്റൊന്ന്, അടുത്ത ഇതെന്ന് പറയുന്നത് സോൾവ് എ പ്രോബ്ലം, ഒരു പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത്. അപ്പം ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ആളുകൾ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി കണ്ടെത്തി അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ കപ്പിൾസ് രണ്ടാളും ജോലി ചെയ്യുന്നു. അപ്പം വീട്ടിലേക്ക് ഭക്ഷണം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വീട് വൃത്തിയാക്കാനോ കഴിയാത്തൊരു അവസരം, അതിന് സമയം കിട്ടാത്ത ഒരു അവസരത്തിൽ ഇതിനു വേണ്ടി സഹായകരമാകുന്ന ബിസിനസ്സുകൾ തുടങ്ങുക. ഫുഡ് ഡെലിവറി ബിസിനസ് അല്ലെങ്കിൽ ക്ലീനിങ് സർവീസസ്, ഹോം ക്ലീനിങ് സർവീസസ്. അപ്പം അതാണ് സോൾവിങ് എ പ്രോബ്ലം. അപ്പോൾ ആ കപ്പിൾസ് അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ നേരിടുന്ന പ്രശ്നം
പരിഹരിക്കുന്ന ഒരു ബിസിനസ് തുടങ്ങുക. അതൊരു അവസരമാണ്. മറ്റൊന്ന് മാർക്കറ്റിലെ വിടവുകൾ കണ്ടെത്തുക. ഫൈൻഡ് ഗ്യാപ്സ് ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ള ഒരു ഉൽപ്പന്നമോ സേവനമോ നിലവിൽ ലഭ്യമല്ല, അല്ലെങ്കിൽ മതിയായ നിലവാരത്തിൽ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം കണ്ടെത്തി അതിനൊരു പരിഹാരം കണ്ടെത്തുന്ന ഇത് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അപ്പം ഉദാഹരണം, ഒരു പ്രദേശത്ത് ഒരുപാട് കുടുംബങ്ങളും ആൾക്കാരും താമസിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് ഫാമിലീസാണ് താമസിക്കുന്നത്. അതിൽ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ കപ്പിൾസ് ജോലി ചെയ്യുന്നവരാണ്. എന്നാൽ അവർക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡേ കെയർ സെൻറ്റർ ആ മേഖലയിലില്ല. അപ്പോൾ അതൊരു ഗ്യാപ്പാണ്. അപ്പോൾ ആ ഗ്യാപ്പിലേക്ക് എന്ത് ചെയ്യുക, നമുക്കൊരു ഡേ കെയർ സെൻറ്റർ തുടങ്ങാം. അപ്പം ഒരു പുതിയ ഡേ കെയർ സംഭവം ആരംഭിക്കുകയും മാർക്കറ്റിലെ വിടവ് എന്താണ്, ഗുണമേന്മയുള്ള ഒരു ഡേ കെയർ സേവനമില്ലായ്മയാണ്. അപ്പം പരിഹാരം എന്താണ് അതിന്? പരിഹാരം എന്നത് പുതിയൊരു ഡേ കെയർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവസരം എന്താണ്? അവിടെ ഒരു അവസരമുള്ളത് ഡേ കെയർ സെൻറ്റർ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം ഇതാണ് അവസരങ്ങളെ മാർക്കറ്റിൽ ഇല്ലാത്തൊരു സംഗതി കണ്ടുപിടിച്ച് അത് ലഭ്യമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ്, ഈ 3 വഴികളാണ് നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റിയായി തിരിച്ചറിയാനുള്ള വഴികൾ എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ തിരിച്ചറിയാനുള്ള 3 വഴികൾ നമ്മൾ പരിശോധിച്ചു. അതിലൊന്ന് ട്രെൻഡുകൾ നിരീക്ഷിക്കൽ, ഒരു പ്രശ്നം പരിഹരിക്കൽ, മാർക്കറ്റിലെ വിടവുകൾ, ഫൈൻഡ് എ ഗ്യാപ്പ് ഇൻ ദ മാർക്കറ്റ്. ഇതാണ് പ്രധാനമായിട്ടുള്ള 3 വഴികൾ അവസരങ്ങൾ കണ്ടെത്താനുള്ളത്. അതിൽ ഈ 3 വഴികളും ഓരോന്നായിട്ടൊന്ന് വിശദമായിട്ടൊന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പം ആദ്യത്തേത് ട്രെൻഡുകൾ നിരീക്ഷിക്കൽ എന്താണെന്നുള്ളത് നോക്കാം. ട്രെൻഡുകൾ എപ്പോഴും സംരംഭകർക്ക്, എൻ്റർപ്രനേഴ്സിന് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ട്രെൻഡുകൾ 4 തരത്തിലായിട്ടാണ് കാണുന്നത്. അത് ഏതൊക്കെയാണ്? സാമ്പത്തികമായിട്ടുള്ള ശക്തികൾ, എക്കണോമിക് ഫോഴ്സ്, സാമൂഹ്യമായിട്ടുള്ള ശക്തികൾ, സോഷ്യൽ ഫോഴ്സ്, സാങ്കേതികമായിട്ടുള്ള പുരോഗതി, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, പിന്നെ രാഷ്ട്രീയവും നിയന്ത്രണപരമായിട്ടുള്ള മാറ്റങ്ങൾ, പൊളിറ്റിക്കൽ ആൻഡ് റെഗുലേറ്ററി ചേഞ്ചസ്. ഇതൊക്കെയാണ് അവസരങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ട്രെൻഡുകൾ എന്ന് പറയുന്നത്. ഈ 4 മേഖലയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഏത് സംരംഭകനും വളരെ വളരെ ആവശ്യമാണ്, പ്രധാനമാണ്. അപ്പം എന്താണ് ലഭ്യമായത് എന്നതും എന്തൊക്കെയാണ് സാധ്യമായത് എന്നതും തമ്മിലുള്ള ഒരു ഗ്യാപ്പിൻ്റെ വിടവാണ് പുതിയ ബിസിനസ് ആശയങ്ങൾ ജനിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്, എന്തൊക്കെ സാധ്യതകളുണ്ട് എന്നുള്ളതിൻ്റെ ഇടയിലുള്ള വിടവുകൾ പുതിയ ബിസിനസ് ആശയങ്ങൾ ജനിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ സാമ്പത്തിക ശക്തികൾ എങ്ങനെയാണ് സാമ്പത്തിക ശക്തി സാധ്യതകൾ അവസരങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പം ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ വ്യക്തിയുടെ സാമ്പത്തിക സാഹചര്യത്തിൽ നടക്കുന്ന മാറ്റങ്ങളെയാണ് സാമ്പത്തിക പ്രവണത എന്ന് പറയുന്നത്. സാമ്പത്തിക ശക്തി എന്ന് പറയുന്നത് ലളിതമായിട്ടൊന്ന് നമ്മൾ പരിശോധിച്ചാൽ, ഇപ്പം ഉദാഹരണത്തിന് സാമ്പത്തിക അവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ, ജനങ്ങളുടെ വരുമാനം കൂടുകയോ കുറയുകയോ, വിലക്കയറ്റം കൂടുകയോ, തൊഴിലവസരങ്ങൾ കൂടുകയോ കുറയുകയോ, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പല ബിസിനസ്സുകാർക്കും അല്ലെങ്കിൽ എൻ്റർപ്രനേഴ്സിനും അവസരങ്ങളും ഉണ്ടാക്കും, അതുപോലെ തന്നെ അവസരം ഇല്ലായ്മയും ഉണ്ടാക്കും. അപ്പം ഏത് ബിസിനസ് തുടങ്ങണമെന്നും ഏത് ബിസിനസ് തുടങ്ങാൻ പാടില്ല എന്നുള്ളതും തീരുമാനിക്കാൻ ഈ സാമ്പത്തിക ശക്തി നമുക്ക് സഹായകരമാവും. എക്കണോമിക്കൽ ഫാക്ടർ നമ്മളെ സഹായിക്കും. അപ്പോൾ എക്കണോമിക്കൽ ഫാക്ടർ ഒരു ഘടകമാണ് നമ്മൾ അവസരങ്ങൾ സൃഷ്ടിക്കുന്നത്. ഉദാഹരണം പറയുകയാണ്, ഇപ്പം ആളുകളുടെ വരുമാനം വർദ്ധിച്ചാൽ റെസ്റ്റോറൻറ്റ്, ടൂറിസം, പ്രീമിയം ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ബിസിനസ്സുകൾക്ക് കൂടുതൽ സാധ്യതയുണ്ട്. അപ്പം വിലക്കയറ്റം കൂടുതലാണെങ്കിലോ, ഇപ്പോൾ വളരെയധികം വില കൂടുകയാണ് സാധനങ്ങൾക്കെങ്കിൽ കുറഞ്ഞ വിലയിലുള്ള ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും സാധ്യത കൂടുതലാണ്. അപ്പം സമ്പദ് വ്യവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ നോക്കിയാണ് ഏത് ബിസിനസ്സും തുടങ്ങേണ്ടത്. ഏത് ബിസിനസ് തുടങ്ങണം, ഏത് ബിസിനസ് ഒഴിവാക്കണം എന്ന് ഒരു സംരംഭകൻ തീരുമാനിക്കുന്നത് എക്കണോമിക്കൽ ഫാക്ടർ അല്ലെങ്കിൽ സാമ്പത്തിക ശക്തി എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ്. ഓപ്പർച്യൂണിറ്റീസ് തിരിച്ചറിയാനുള്ള 3 വഴികളിൽ ട്രെൻഡുകൾ നിരീക്ഷിക്കൽ എന്നുള്ളതിൻ്റെ നമ്മൾ ആദ്യം സാമ്പത്തിക ശക്തിയുടെ കാര്യം പറഞ്ഞു. ഇനി മറ്റൊന്ന് സാമൂഹ്യമായിട്ടുള്ള ശക്തി, സാമൂഹ്യമായിട്ടുള്ള ഫോഴ്സ്.
സോഷ്യൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം സാമൂഹ്യ പ്രവണതകൾ എന്ന് പറയുന്നത് ആളുടെ ജീവിതശൈലി അല്ലെങ്കിൽ ചിന്താഗതി, ശീലങ്ങൾ, ആവശ്യങ്ങൾ, ഇഷ്ടങ്ങൾ എന്നിവയിൽ കാലത്തിനനുസരിച്ച് ഉണ്ടാകുന്ന മാറ്റങ്ങളായാണ് നമ്മൾ സാമൂഹ്യ പ്രവണതകൾ അല്ലെങ്കിൽ സോഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ആളുകളുടെ ജീവിതത്തിലും ജീവിത രീതിയിലും ഇഷ്ടങ്ങളിലും ആവശ്യങ്ങളിലും വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ നൽകാൻ പുതിയ സംരംഭകർക്ക് അവസരമുണ്ടാകുന്നു ഈ സോഷ്യൽ ഫോഴ്സ് ഉണ്ടാകുമ്പോൾ, സോഷ്യൽ ഫോഴ്സിൽ നമ്മൾ കേന്ദ്രീകരിക്കുമ്പോൾ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആരോഗ്യബോധം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഓർഗാനിക്സ് ഫുഡ് ഉണ്ടാകുന്നു, ജിംനാഷ്യം ഉണ്ടാകുന്നു, യോഗ സെൻറ്ററുകൾ ഉണ്ടാകുന്നു, പിന്നെ ഹെൽത്ത് ഡ്രിങ്ക്സുകൾ ഉണ്ടാകുന്നു. ഇപ്പം മറ്റൊന്ന് ഓൺലൈൻ ഷോപ്പിങ്ങുകൾ വർദ്ധിക്കുന്നു. ഇപ്പോൾ ഇ-കൊമേഴ്സ് സ്ഥാപനങ്ങളും സ്റ്റോറുകളും ഉണ്ടാകുന്നു, ഹോം ഡെലിവറി സർവീസസ് ഉണ്ടാകുന്നു. പ്രായമായ ആൾക്കാരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഹോം കെയർ സേവനങ്ങൾ കൂടുന്നു, മെഡിക്കൽ സേവനങ്ങൾ കൂടുന്നു. മറ്റൊന്ന് സോഷ്യൽ മീഡിയ ഉപയോഗം വർദ്ധിക്കുന്നു. ഇപ്പം ആളുകളുടെ ഇടയിൽ സോഷ്യൽ മീഡിയ ഉപയോഗം വർദ്ധിക്കുന്നത് കൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടുന്നു, കണ്ടൻറ് ക്രിയേഷൻ കൂടുന്നു, ഇൻഫ്ലുവൻസർ കൂടുന്നു. അപ്പം ഒറ്റവാക്യത്തിൽ പറഞ്ഞാൽ സമൂഹത്തിലെ ആളുകളുടെ ശീലങ്ങളും ആവശ്യങ്ങളിലും വരുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള ബിസിനസ് ആരംഭിക്കുന്നതാണ് സാമൂഹ്യ പ്രവണതകളെ അവസരമാക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രെൻഡുകൾ അല്ലെങ്കിൽ ഒബ്സർവിങ് ട്രെൻഡുകൾ നിരീക്ഷിക്കലിൻ്റെ മൂന്നാമത്തെ ഒരു ശക്തിയാണ് നമ്മൾ സാങ്കേതികമായിട്ടുള്ള പുരോഗതി എന്ന് പറയുന്നത്. അപ്പോൾ സാങ്കേതികമായിട്ടുള്ള പുരോഗതികളും നമുക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ്. ഇപ്പം പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ അല്ലെങ്കിൽ വളരുമ്പോൾ പഴയ രീതികൾ മാറും, പുതിയ ഉൽപ്പന്നങ്ങൾ അതിനനുസരിച്ചുണ്ടാകും, പുതിയ സേവനങ്ങൾ, പുതിയ രീതിയിലുള്ള സേവനങ്ങൾ ഉണ്ടാകും, ബിസിനസ്സുകൾ അതിനനുസരിച്ച് ഡെവലപ്പാകും. അപ്പോൾ ഇവയൊക്കെ ആരംഭിക്കാനുള്ള ഒരു അവസരം ഇതാണ് സാങ്കേതികമായിട്ടുള്ള പുരോഗതി നമുക്ക് ഉണ്ടാകുമ്പോൾ അവസരങ്ങളുണ്ടാകും. ഇപ്പം ഉദാഹരണങ്ങൾ പറഞ്ഞാൽ കമ്പ്യൂട്ടറുകളുടെ വികസനം. കമ്പ്യൂട്ടറുകൾ വികസിച്ചതുകൊണ്ട് സോഫ്റ്റ്വെയർ കമ്പനികളും IT കമ്പനികളും അവരുടെ സേവനങ്ങൾക്കും അവസരങ്ങളുണ്ടായി. ഇൻ്റർനെറ്റിൻ്റെ വ്യാപനം മൂലം കൂടുതൽ ആൾക്കാർ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചത് കൊണ്ട് എന്താണ് ഒരു അവസരം ഉണ്ടായത്? ഓൺലൈൻ ഷോപ്പിങ്ങുകൾ കൂടി, ഓൺലൈൻ ബാങ്കിങ്ങുകൾക്കുള്ള അവസരമുണ്ടായി, ലേണിംഗ് എത്തിനുള്ള അവസരങ്ങളുണ്ടായി. സ്മാർട്ട് ഫോണുകളുടെ വരവോടുകൂടി എന്തുണ്ടായി? കൂടുതൽ മൊബൈൽ ആപ്പുകൾക്ക് അവസരങ്ങളുണ്ടായി. ഉദാഹരണം പറയാം, ഓൺലൈൻ ഹോട്ടൽ ബുക്കിംഗ്, ട്രാവൽ ബുക്കിംഗ്, ടാക്സി ബുക്കിംഗ്, ഫുഡ് ഡെലിവറികൾക്ക് അവസരമുണ്ടായി. പിന്നെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കൃത്രിമ ബുദ്ധി ഉണ്ടായതോടുകൂടി ചാറ്റ് ബോക്സുകളുണ്ടായി, ഓട്ടോമേഷൻ ഉണ്ടായി, സ്റ്റാർട്ടപ്സുകളുണ്ടായി, ചാറ്റ് ബോക്സുകളുണ്ടായി, അങ്ങനെ അസിസ്റ്റൻസ് ഉണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ സാങ്കേതിക വിദ്യകൾ വികസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പുതിയ ബിസിനസ്സുകളും തൊഴിലവസരങ്ങളും രൂപപ്പെടുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതിനാൽ അതുകൊണ്ട് തന്നെ സാങ്കേതിക മാറ്റങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം പുതിയ അവസരങ്ങൾ വന്നു ചേരാനുള്ള അവസരം തീർച്ചയായിട്ടും ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം സാങ്കേതിക പുരോഗതിയും ഒരു ഫാക്ടറാണ് നമുക്ക് അവസരങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ. അടുത്തത് ട്രെൻഡ്സ് ഒബ്സർവേഷനിൽ നമുക്ക് നാലാമത് കാണാവുന്നത് രാഷ്ട്രീയവും നിയന്ത്രണപരവുമായ മാറ്റങ്ങൾ നമുക്ക് അവസരങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നയങ്ങൾ ചിലപ്പം ബിസിനസ്സുകാർക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളതാണ്. ചില ബിസിനസ്സുകൾക്ക് പുതിയ നിയന്ത്രണങ്ങളും വെല്ലുവിളികളും ആവാനും സാധ്യതയുണ്ട്. അപ്പം അതറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഏത് ബിസിനസ് ചെയ്യാം എന്നുള്ളതിനനുസരിച്ച് തന്നെ ഏത് ബിസിനസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതും ഒരു സംരംഭകൻ എൻ്റർപ്രണർ അറിഞ്ഞിരിക്കണം. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ സൗരോർജ്ജത്തിൻ്റെ സർക്കാർ പ്രോത്സാഹനം, ഗവൺമെൻറ് ഒരു പോളിസി ഇപ്പോൾ ലോകം മുഴുവനുണ്ട്. സോളാർ പാനലുകൾ, സൗരോർജ്ജം പ്രോത്സാഹിപ്പിക്കുക. അതുകൊണ്ട് തന്നെ സോളാർ പാനൽ ബിസിനസ് വളരെയധികം കൂടി. മറ്റൊന്ന് ഡിജിറ്റൽ പേയ്മെൻറ്റ്, ക്യാഷ്ലെസ് പേയ്മെൻറ്റ് എന്നുള്ള പോളിസി ഗവൺമെൻറ് കൊണ്ടുവന്നപ്പം UPI, മൊബൈൽ പേയ്മെൻറ്റ്, ഫിൻടെക് സേവനങ്ങളൊക്കെ കൂടുതലായി നമുക്ക് കാണാൻ കഴിയും. പിന്നെ പ്ലാസ്റ്റിക്കിനോടുള്ള നിയന്ത്രണം അത് വന്നതോടുകൂടി പേപ്പർ ബാഗുകളുടെ, തുണി സഞ്ചികളുടെയും പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണി കൂടി. അപ്പം സർക്കാർ പുതിയ നിയമങ്ങളും നയങ്ങളും നടപ്പിലാക്കുമ്പോൾ അതൊരു ബിസിനസ് അവസരത്തിനും സാധ്യതയുണ്ട്. പുതിയ അവസരങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ആ പുതിയ അവസരങ്ങൾ നമുക്ക് പുതിയ ബിസിനസ്സായിട്ട് മാറാനും കഴിയും. അപ്പം ഈ 4 കാര്യങ്ങളാണ് ഒബ്സർവിങ് ട്രെൻഡ് എന്നുള്ള ആദ്യത്തെ ഗണത്തിൽ പെടുന്നത്. അവസരങ്ങൾ തിരിച്ചറിയാനുള്ള 3 വഴികളിൽ ആദ്യത്തെ വഴിയായ ട്രെൻഡുകൾ നിരീക്ഷിക്കൽ, ഒബ്സർവിങ് ട്രെൻഡിനെ പറ്റി വിശദമായിട്ട് നമ്മൾ നേരത്തെ സ്ലൈഡ് കണ്ടു. ഇനി അടുത്തത് ഒരു പ്രശ്നം പരിഹരിക്കൽ, സോൾവിങ് എ പ്രോബ്ലം, അതിലൂടെയും നമുക്ക് അവസരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം
നമുക്കറിയാം ഒരു പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ബിസിനസ് അവസരം കണ്ടെത്താനുള്ള ഏറ്റവും വലിയ അവസരവും എളുപ്പമുള്ളൊരു മാർഗ്ഗവുമാണ് ഒരു പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യം വേണ്ടത് പ്രശ്നം പരിഹരിക്കുന്ന പ്രശ്നം എന്താണെന്ന് കണ്ടെത്തണം. അത് പരിഹരിക്കാനുള്ള പരിശ്രമം നടത്തുമ്പോൾ നിങ്ങൾക്കൊരു അവസരം ഉണ്ടാകുമെന്ന്, ബിസിനസ് അവസരം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നം കണ്ടെത്തി അതിനൊരു നല്ല പരിഹാരം നൽകുന്നതാണ് ഒരു പുതിയ ബിസിനസ്സിനുള്ള അവസരം ഉണ്ടാവുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പ്രശ്നങ്ങൾ പല തരത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഏതൊക്കെ വഴിയിലാണ് പ്രശ്നങ്ങൾ കണ്ടെത്താൻ കഴിയുക? ട്രെൻഡുകൾ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം ഉദാഹരണം, ആളുകൾ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം കൂടുതൽ തിരഞ്ഞെടുക്കുന്നു, ഓർഗാനിക് ഫുഡ് തിരഞ്ഞെടുക്കുന്നു എന്ന് നമ്മൾ കാണുമ്പോൾ അതൊരു അവസരമാണ്. അപ്പോൾ ബിസിനസ് അവസരം എന്താണ്? ഓർഗാനിക് ഫുഡ് സ്റ്റോറുകൾ അല്ലെങ്കിൽ ഹെൽത്ത് ഫുഡ് ഡെലിവറിക്കുള്ള ഒരു അവസരം അവിടെ ഉണ്ടാവുകയാണ്. അതൊരു ബിസിനസ്സായി മാറ്റാവുന്നതാണ്. മറ്റൊന്ന് ഉൾക്കാഴ്ച. പെട്ടെന്ന് നമുക്കൊരു ഉൾക്കാഴ്ച ഉണ്ടാവുകയാണ്, ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവുകയാണ്. ഒരു ദിവസം പെട്ടെന്ന് ഒരു ആശയം തോന്നുകയാണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് 5 മിനിറ്റ് കൊണ്ട് ഒരു പഠന വീഡിയോ ഉണ്ടാക്കിയാൽ ഉപകാരപ്പെടും. ഇപ്പം ഒരു വലിയൊരു ചാപ്റ്റർ അതിൻ്റെ സമ്മറി വളരെ ചെറുതാക്കിയിട്ട് ഒരു വീഡിയോ രൂപത്തിൽ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് പഠിക്കാൻ ഒരു നല്ലൊരു മാർഗ്ഗമാവും. അപ്പോൾ അതൊരു ഓൺലൈൻ ആപ്പിനുള്ള സാധ്യത അവിടെ ഉണ്ട്, അതിനുള്ളൊരു അവസരമുണ്ട്. അപ്പം അതൊരു ഓൺലൈൻ ആപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലായിട്ടോ ഒക്കെ ഒരു അവസരം, പൊട്ടൻഷ്യൽ അവസരം ഒരു ബിസിനസ്സിനുണ്ട്. മറ്റൊന്ന് യാദൃശ്ചികമായിട്ടാണ്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അവസരത്തിൽ പെട്ടെന്ന് നമുക്കൊരു ആശയം ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഒരാളൊരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്രാമത്തിലൂടെ ഒരു യാത്ര നടക്കുമ്പോഴാണ് അവിടെ കൈത്തറി ഉൽപ്പന്നങ്ങൾ ഒരുപാടുള്ളത് കാണുന്നത്. അപ്പോൾ ആ കൈത്തറി ഉൽപ്പന്നങ്ങൾ വാങ്ങി മറ്റ് കൈത്തറി ഉൽപ്പന്നങ്ങളില്ലാത്ത നഗരങ്ങളിൽ വിറ്റ് ഓൺലൈനിലൂടെ വിറ്റ് അതൊരു ബിസിനസ് ആയി മാറ്റാം എന്നുള്ളത് പെട്ടെന്നൊരു ആശയമാണ്, യാദൃശ്ചികമായിട്ട് മനസ്സിലുണ്ടായത്. ആ യാത്ര ചെയ്യുമ്പോൾ കണ്ട് ആശയം രൂപീകരിച്ചത്. അപ്പോൾ അങ്ങനെയാണ് യാദൃശ്ചികമായിട്ടും നിങ്ങൾക്ക് ഒരു അവസരം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. മറ്റൊന്ന് ഡെയിലി എക്സ്പീരിയൻസ്, എവറി ഡേ എക്സ്പീരിയൻസ്, ദൈനംദിന അനുഭവം കൊണ്ട്. ഇപ്പം രാവിലെ ഓഫീസിലേക്കൊക്കെ തിരക്ക് പിടിച്ച് പോകുന്ന ആൾക്ക് പ്രഭാത ഭക്ഷണത്തിനോ അല്ലെങ്കിൽ ഉച്ച ഊണോ ഉണ്ടാക്കാനൊന്നുള്ള സാഹചര്യമില്ലാത്ത അവസരത്തിൽ വീടുകളിലും ഓഫീസുകളിലും ഭക്ഷണം എത്തിക്കുന്ന ഒരു സംവിധാനം, ഒരു ബിസിനസ്സിനുള്ള ഒരു അവസരമുണ്ട്. അപ്പം നമ്മൾ ഒബ്സർവ് ചെയ്താൽ, നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് പലതരത്തിലുള്ള അവസരങ്ങൾക്ക് സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പം മാറ്റങ്ങൾ നിരീക്ഷിച്ചാൽ പുതിയ അവസരങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. പെട്ടെന്ന് ആശയം എന്തെങ്കിലും കണ്ടിട്ടോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ചിന്തകളിൽ ചില ആശയങ്ങൾ വന്നാലും അതൊരു പുതിയ ഒരു അവസരമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. യാദൃശ്ചികമായിട്ട് അനുഭവിക്കുകയോ കാണുകയോ ചെയ്താലും നമുക്കൊരു പുതിയ അവസരത്തിനുള്ള വഴി തുറക്കും. പിന്നെ സാധാരണയായി ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നത്തിന് പരിഹാരമായിട്ടും നമുക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുമ്പോഴും നമുക്കൊരു അവസരത്തിനുള്ള വഴി തുറക്കുകയാണ്. അപ്പം ഇത്രയുമാണ് നമ്മളെ രണ്ടാമത്തെ ഘടകമായിട്ടുള്ള ട്രെൻഡുകൾ നിരീക്ഷിക്കുന്നത് പോലെ തന്നെ ട്രെൻഡുകൾ നിരീക്ഷിക്കുന്ന പോലെ തന്നെ, ഒബ്സർവിങ് ട്രെൻഡ് നിരീക്ഷിക്കുന്ന പോലെ തന്നെ അവസരങ്ങൾക്കുള്ള രണ്ടാമത്തെ ഒരു വഴിയാണ് പ്രശ്നം പരിഹരിക്കാൻ പരിശ്രമിക്കുക എന്നുള്ളത്.